ഹലോ, നമ്മുടെ കിളികൾ 4 മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. മുട്ട വിരിഞ്ഞോ എന്നറിയാൻ നോക്കിയതാണ്. അപ്പോൾ ആണ് ഒരു മുട്ട കൊണ്ട് ഇട്ടിരിക്കുന്നത് കണ്ടത്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വിരിയുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല, നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ചെടികൾക്ക് വളമിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 15 ദിവസം കൂടുമ്പോഴാണ് ഞാൻ വളമിട്ട് കൊടുക്കാറുള്ളത്. ഇതിനു മുന്നേ നമ്മളൊരു ലിക്വിഡ് രൂപത്തിലുള്ള വളമാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇത് DAP ആണ്. 1 കിലോയ്ക്ക് 70 രൂപ. വളമൊക്കെ കിട്ടുന്ന കടയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ ഇട്ടിരുന്ന വളം ഏകദേശം ഒരു 4-5 തവണയാണ് യൂസ് ചെയ്തേ. ഒരു വളം തന്നെ സ്ഥിരമായി കൊടുക്കുന്നതിലും നല്ലത് മാറി മാറി കൊടുക്കുന്നതാണെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണ DAP ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഒരു തരി പോലെയുള്ള വളമാണ്. ചെടികളുടെ ചുവട്ടിൽ വളരെ കുറച്ച് അളവ് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചെടിച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ച്. ചെറിയ ചട്ടിയാണെങ്കിൽ 4-5 തരികൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. വലിയ ചട്ടിയാണെങ്കിൽ കുറച്ചും കൂടി അധികം ഇട്ട് കൊടുക്കാം. 15 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ചെടികൾ അതിൻ്റെ വേരുകളൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കുറച്ച് അളവ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കവറ് എൻ്റെ ചെടികൾക്ക് ഒരു 3 തവണ ഇടാനുള്ളതുണ്ട്. അത്രയും കുറച്ച് അളവ് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ. ഏത് വളം ചെയ്ത് കഴിഞ്ഞാലും നനയ്ക്കൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ ഉണങ്ങിപ്പോവും. അപ്പോൾ നല്ല രീതിയിൽ നനയ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ സമയത്ത് വളമിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിലെ ഗ്ലൗസ് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗ്ലൗസ് ഇവിടെ ഇരുന്നുള്ളത് കൊണ്ട് ഞാൻ എടുത്തിട്ടതാണ്. അല്ലെങ്കിൽ ഞാൻ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്ന കൊണ്ട് എടുത്തിട്ടു എന്നേ ഉള്ളൂ. പക്ഷേ ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ്. കാരണം ഇത് രാസവളമാണ്, എന്തായാലും കെമിക്കലാണ്. നമ്മുടെ കയ്യിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തകത്ത് ചെല്ലാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, ചെടീൻ്റെ ചൂട്ടിൽ നമ്മളിങ്ങനെ ഇലകളൊക്കെ മാറ്റി നടുമ്പോൾ അതിൽ എന്തെങ്കിലും ജീവികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ കടിക്കാനോ കുത്താനോ ഒക്കെ സാധ്യതയുണ്ട്. ഗ്ലൗസ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് സേഫാണ്. മുള്ളു കുത്തി കയറുന്ന അങ്ങനെ കാര്യത്തിലൊക്കെ സേഫാണ്. ഗ്ലൗസ് ഇടുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി NPK വളം വാങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇതുവരെ ഇട്ടിട്ടില്ല ചെടികൾക്ക്. ഇനി അടുത്തത് ആ ഒരു വളം കൂടി പരീക്ഷിച്ച് നോക്കണം. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ DAP ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയെ. ഇലകളൊക്കെ നല്ല ഗ്രീൻ ആകും, നന്നായി തിക്കായിട്ട് വളരും, പൂവൊക്കെ നന്നായിട്ട് ഇടുവേ. ഇത് ഓർക്കുന്നുണ്ടാവും, നമ്മുടെ ടർട്ടിൽ വൈൻ കഴിഞ്ഞ ദിവസം നമ്മൾ മേലെ കുറച്ച് തണ്ടുകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മണ്ണൊക്കെ മേലെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 5 ദിവസമായിട്ടുള്ള നട്ട ശേഷം മുഴുവൻ ഇട്ടിട്ടും ഇത്രയും ബാക്കിയുണ്ട്. ഇനി ഒരു 2-3 തവണ ഇടാനുള്ളത് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ഇനി ഭദ്രമായിട്ട് ഇത് പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തിന് ശേഷം നമുക്ക് അടുത്ത റൗണ്ട് വളം ഇട്ട് കൊടുക്കാം. വൈകുന്നേരമാണ് കേട്ടോ ഞാൻ വളം ഇട്ട് കൊടുക്കുന്നത്. ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട്, ഒരു മഴയൊക്കെ വരുന്നുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യതയില്ല. 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ. കാറ്റ് വീശും, ഇരുണ്ട് വരും, ഇടിയും മിന്നലും ഉണ്ടാവും. മഴയൊന്നും പെയ്യില്ല. എല്ലാം നല്ല ഡ്രൈ ആയി ഉണങ്ങി വരണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെടികളൊക്കെ കേട്ടോ. എല്ലാം ഏകദേശം കരിഞ്ഞ അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. നന്നായി വെയിൽ കൊള്ളുന്നിടമൊക്കെ നന്നായി ഉണങ്ങിക്കരിഞ്ഞ് നിൽപ്പുണ്ട്. എല്ലാം മഴ പിടിക്കുമ്പോൾ ഉഷാറായിക്കോളൂ കേട്ടോ. ഈ ഒരു ചെടി കണ്ടോ നിങ്ങൾ? കാട് പോലെ വളരുന്ന ഒരു ചെടിയാണേ. ഇതിന് ഞാൻ ചെട്ടിയിൽ നട്ടപ്പോൾ നോക്കിയാൽ എന്ത് ഭംഗിയാണെന്ന്. അധികം പൊങ്ങി പോകാനുള്ള അവസരം കൊടുക്കരുത്. പ്രൂൺ ചെയ്ത് നിർത്തണം കേട്ടോ. ഗ്ലൗസിൽ നോക്കിക്കേ, ഇത്രയും കറയൊക്കെ ആയിട്ടുണ്ട്. കയ്യിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക കൂടിയില്ല. വെള്ളം ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, വെള്ളം കൂടി ഒഴിക്കണേ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ നിന്ന് നിറഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ നഷ്ടപ്പെടും. നമുക്ക് ആവശ്യമുള്ള മാത്രം മതി. ഞാൻ പൈപ്പ് ഡയറക്റ്റ് പിടിച്ച് ചെടി നനയ്ക്കാറില്ല കേട്ടോ. ഇതേപോലെ കപ്പിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ ചെറിയ രീതിയിൽ കപ്പിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നേരിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെടീൻ്റെ ചുവട്ടിലെ മണ്ണ് കുത്തി ഒലിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിങ്ങനെ പയ്യെ നമ്മൾ കുറച്ചേശ്ശെ വെള്ളം എല്ലാ ഭാഗത്തും കൊള്ളുന്ന രീതിയിൽ ചട്ടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. കണ്ടോ, അങ്ങനെ ഒഴിച്ചിട്ട് തന്നെ ചട്ടിയിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് പോവുകയാണ് വെള്ളം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂൺ ചെയ്ത് വിട്ട ചെടിയാണേ. നോക്കിക്ക്, ഇഷ്ടംപോലെ തളിർപ്പുകൾ വന്നിട്ടുണ്ട് കണ്ടോ. വേഗം തന്നെ ഇത് ചട്ടി നിറച്ചും വളർന്നു വരും കേട്ടോ. ഇപ്പോൾ ഇത് 5 ദിവസമായിട്ടുള്ളൂ പ്രൂൺ ചെയ്ത ശേഷം. ഇത് നമ്മുടെ എന്തൊരു പേരുണ്ടായിരുന്നല്ലോ, ഞാൻ മറന്നുപോയി. ഇത് മഴ പെയ്തതല്ല കേട്ടോ. ചെടിയുടെ ഇലകൾക്ക് ഞാൻ വെള്ളം തളിച്ചു കൊടുത്താണേ. നനച്ച ശേഷം ഞാൻ അങ്ങനെയും കൂടി ചെയ്യാറുണ്ട്. ഇലകൾക്ക് കുറച്ച് ഫ്രഷ്നെസ് ആയിക്കോട്ടെ. ഇത് നമ്മുടെ കലാഞ്ചിയോ. ഇത് നമ്മുടെ ഒരു ഇലച്ചെടിയാണേ. ഇത്തരം ഗ്രീൻ ഇലച്ചെടികളാണ് എനിക്കിഷ്ടം. സ്നേക്ക് പ്ലാന്റ് കണ്ടോ, ചെറിയ ചട്ടിയാണ് പക്ഷെ നിറച്ചു ആയിട്ടുണ്ട്.
ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഇത്തരത്തിൽ ചെടികളെക്കുറിച്ചും പ്രകൃതിയിലെ കുഞ്ഞു കുഞ്ഞ് സുന്ദര നിമിഷങ്ങളൊക്കെയാണ് എൻ്റെ ചാനലിൽ ഇടുന്നത് ഞാൻ. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അവരോട് ചോദിച്ചിട്ട്